നമ്മളങ്ങനെ നാട്ടിലെത്തിയിട്ട് ഇപ്പൊ ഏകദേശം 1 മാസമാകാറായിട്ടാ. നമ്മള് നാട്ടിലെത്തിയിട്ട് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റോ ഓർഡറിലാണ്. അങ്ങനെ ആസാമിൽ നിന്നും ഒഡീഷ വരെ നമ്മൾ ഹിച്ചേക്ക് ചെയ്ത് വന്നിട്ടാ. അത് ഇന്നൊരു പയ്യൻ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ജനറലാണ് വന്നത്. അങ്ങനെ നമ്മൾ ജനറൽ ട്രെയിനിൽ കയറി. നല്ല തിക്കും തിരക്കോട്ടാ, എവിടെ നിന്ന് ഇരിയാനുള്ള സ്ഥലമില്ല. അതിന്റെ ഇടക്കാണ് ഒരാൾ തമ്പാക്കൊക്കെ ആയിട്ട് വന്നിട്ടാ. പുള്ളി ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെയാണ്. ഈ തിക്കിന്റെയും തിരക്കിന്റെ ഇടയിൽ എങ്ങനെയോ കുത്തിത്തിരിക്കരുത് നല്ല കച്ചവടം പിടിക്കാനായിട്ടാ. അത് കഴിഞ്ഞൊരു പുള്ളി വന്നിട്ടാ. പുള്ളി എന്തോ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം കഴിച്ച് കഴിഞ്ഞ് ഇനി വയറിന് വല്ല പണിയും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ബാത്റൂമിൽ പോയാൽ ഭയങ്കര മുഷ്കിലാണ്ടാ. അപ്പൊ അത് കാരണം ഞാൻ പുള്ളിനോട് വെറുതെ വെച്ച് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു തരുമെന്ന് വെച്ചാൽ അപ്പൊ പുള്ളി പറഞ്ഞു 500 ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പത്തേക്ക് ഒരു പുള്ളി മേടിച്ച് കഴിക്കേണ്ട, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ്ട് പറഞ്ഞത്. അപ്പുറത്തെ ഒരു പുള്ളി പുതച്ചുകൂടി കിടപ്പുണ്ട്. പിന്നെ ഒരു പെണ്ണാണെങ്കിൽ നല്ല ചാറ്റിങ് കേട്ടോ അതിന്റെ ഇടയിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി അടുത്ത സ്റ്റേഷനിൽ. അങ്ങനെ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടാ. സീറ്റ് അല്ല, നമുക്ക് നിരത്തി ഇരിക്കാൻ ഒരു സ്പേസ് കിട്ടി. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു സാധനം വന്ന് നമ്മൾ എണീപ്പിച്ചേട്ടാ. ഇതുപോലെ ഒരുപാട് എണ്ണം വന്ന് കുറെ പൈസ ഉണ്ടാക്കണ്ട അതിന്റെ ഉള്ളിൽ. ശരിക്കും ഇവര് കൂടുതലും വന്നത് ജനറലും പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പറിലാണ്. ഇവര് ഒരു ദിവസം തന്നെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാണ്ട്. അവർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് കിട്ടിയിട്ടാ. അങ്ങനെ കിടന്നുറങ്ങിയ ടൈമിലാണ് അടുത്ത സൗണ്ട് കേട്ട് നമ്മുടെ ഉറക്കം വീണ്ടും പോയേട്ടാ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഈ ഒരു ദിവസം നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലാട്ടാ. അങ്ങനെ അടുത്ത ദിവസം കാണാട്ടാ.